അതുപോലെ തന്നെ നമ്മൾ ഇപ്പം SSLC കഴിയുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുന്നിലേക്കുള്ള 3 റൂട്ടുകളുണ്ട്. ഇപ്പോൾ കൊമേഴ്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും അതിൽ 2 റൂട്ട് അവർക്ക് അറിയാം എന്തൊക്കെയാണ് ഹ്യൂമാനിറ്റീസിൽ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് പിക്ചർ ഉണ്ട്. ഒരു 8, 9, 10 ഇതിനകത്ത് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. താഴത്തെ ക്ലാസ്സിലും ധാരണയുണ്ട്. തീർച്ചയായിട്ടും ധാരണയുണ്ട്. അപ്പം ഇപ്പം ഈ സയൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കും അറിയാം അല്ലേ, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഏത് രൂപത്തിലാണ്, കെമിസ്ട്രിയിൽ എന്താണ് എഴുതേണ്ടത്, ഫിസിക്സിൽ എന്താണ് കൃത്യമായിട്ടുള്ള പിക്ചർ ഉണ്ട്. ഇപ്പം കൊമേഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള പിക്ചറില്ല. അപ്പം അവിടെ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം ഇവർക്ക് 10ാം ക്ലാസ്സിൽ കൊമേഴ്സിനെ കുറിച്ചൊരു അവയർനെസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം കൊമേഴ്സിനെ അറിഞ്ഞ് അതിനിഷ്ടപ്പെട്ട് വരേണ്ട ഒരു കുട്ടി ചിലപ്പോൾ അവിടെ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അല്ലെ, നമ്മളിപ്പം ഊട്ടി പോകണോ കൊടൈക്കനാൽ പോകണോ ബാംഗ്ലൂർ പോകണോ നമ്മൾ തീരുമാനിക്കുമ്പോൾ ഇത് 3 എന്താണ്, അവിടുത്തെ കാലാവസ്ഥ എന്താണെന്ന് അറിഞ്ഞ് തീരുമാനിക്കുന്നതിലാണ് എക്സാക്ട് ഡിസിഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പം അതവിടെ നടക്കുന്നില്ല. അപ്പം അവിടെ കുറച്ചും കൂടെ ഒരു അവയർനെസ് പ്രോഗ്രാം എക്സാക്ട്ലി കൊമേഴ്സ് എന്താണെന്ന് ഡെലിവർ ചെയ്യുന്നത്. അപ്പം അതിന് പ്രാക്ടിക്കൽ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈസ്കൂൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോലെയുള്ള കൊമേഴ്സുകാർ അവിടെ വരുന്നില്ല. കാരണം എൻ്റെ ഒരു സബ്ജക്റ്റിനെ പറ്റി എനിക്ക് എപ്പോഴും ഒരു കൂടുതൽ പറയാനുണ്ടാവുമല്ലോ അല്ലെ. സയൻസ് പഠിക്കുന്ന അധ്യാപകരും അല്ലെ സോഷ്യൽ സയൻസും സയൻസ് അധ്യാപകരുമാണ് കൂടുതലായിട്ട് ഈ ഹൈസ്കൂൾ വരുന്നത്. തീർച്ചയായിട്ടും. അതിനകത്തേക്ക് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കൊമേഴ്സിന്റെ പോർഷൻസ് ഹൈസ്കൂൾ തലത്തിൽ വർദ്ധിപ്പിക്കണം. നേരത്തെ അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പുതിയ പോസ്റ്റുകൾ കൊമേഴ്സുകാർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ട് വരും. അവിടെ ഉണ്ടാകുന്ന ഒരു ചെലവ് ഇതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അതിന് വേണ്ടപ്പെട്ട ആളുകളെ പുറകോട്ട് വലിക്കുന്നത്. പുതിയ പാഠ്യപദ്ധതിക്കകത്തേക്ക് കൊമേഴ്സിന്റെ ഒരു വർധനവ് വരുത്തണം എന്നുള്ളതുകൊണ്ട്. ഓക്കെ, അപ്പം അതങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു അവയർനെസ് കൊടുക്കുകയാണെങ്കിൽ ഈ സബ്ജക്റ്റും വളരെ പ്രധാനപ്പെട്ടതാണ്, ഇതിനെക്കുറിച്ചും പഠിക്കണം, താല്പര്യമുള്ള ആളുകൾക്ക് ഇതിലേക്കും പോകാമെന്നുള്ളത് കൃത്യതയോടുകൂടി അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി. അതായത് ഇത് 3 ബ്രാഞ്ചായിട്ട് 10ാം ക്ലാസ്സുകാരന്റെ മുന്നിൽ വെക്കുമ്പോൾ 2 ബ്രാഞ്ചുകളുടെ ഫൗണ്ടേഷൻ നടക്കുകയും ഒരു ബ്രാഞ്ചിന്റെ ഫൗണ്ടേഷൻ അവിടെ നടക്കുന്നില്ല. അതൊരു സീരിയസ് ഇഷ്യൂ തന്നെയാണ്. അതുകൊണ്ട് കൊമേഴ്സിന്റെ സാധ്യതയെ അറിഞ്ഞു വരുന്ന ആളുകളല്ല, കൊമേഴ്സിൽ എത്തപ്പെട്ട ആളുകൾ കൊമേഴ്സിന്റെ സാധ്യത തേടി പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ നോർമലി കാണാറ്. അറിയാതെ യാദൃശ്ചികമായിട്ട് എത്തിപ്പെടുകയും പിന്നെ അതിനോട് അങ്ങ് ഒത്തുപോവുകയും പിന്നീട് അവിടുന്ന് അതിന്റെ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അങ്ങനെ പോകുന്ന ആളുകളായിരിക്കും. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു കാര്യം, നമുക്ക് ബാങ്കിങ് സെക്ടറിൽ, അപ്പോൾ എനിക്ക് അന്ന് താല്പര്യം ഉണ്ടായിരുന്നു ബാങ്കിങ് സെക്ടർ ജോബ്. ഓക്കെ, ബാങ്കിങ് സെക്ടറിലേക്ക് പോകാൻ നിങ്ങൾക്ക് കൊമേഴ്സ് ആണ് നല്ലത് എന്നുള്ള ഒരു കരിയർ ഗൈഡൻസ് ആണ് എനിക്ക് അന്ന് കിട്ടിയത്. തീർച്ചയായും എനിക്കും ഞാൻ അങ്ങനെ കരുതിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെങ്കിൽ ഇപ്പം തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചില കുട്ടികളൊക്കെ കൊമേഴ്സ് ചൂസ് ചെയ്യുന്നില്ല. അവരൊന്നുകിൽ സയൻസ്, ഫസ്റ്റ് ഓപ്ഷൻ സയൻസ്, സെക്കൻഡ് ഹ്യൂമാനിറ്റീസ്, തേർഡ് മാത്രമേ കൊമേഴ്സിന് കൊടുക്കുന്നു. അപ്പോൾ റിപ്പീറ്റഡായിട്ട് കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു. അപ്പം അവർ പറയുന്നത് അവർക്ക് കിട്ടുന്നൊരു ഗൈഡൻസ് കൊമേഴ്സ് മാത്സ് ആണെന്നുള്ളതാണ്. കണക്കുകൂട്ടലാണ് കമ്പനിയുടെ കണക്ക്. അതെ, കണക്കുകൂട്ടൽ പല രീതിയിൽ നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള കണക്കുകൂട്ടലുണ്ട് അല്ലേ. നമ്മള് അതല്ലാത്ത ഈ പറയുന്ന A² + B² പറയുന്ന മാത്സ് ഉണ്ട്. അപ്പൊ അതെന്താണെന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ധാരണ ഈ മക്കളിലേക്ക് എത്താത്തത് അവരെ റോങ് ചോയ്സിൽ. അപ്പം അതൊക്കെ ആയിരിക്കാം. ഇപ്പം സയൻസ് പോയിട്ട് ഡീവിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഹ്യൂമാനിറ്റീസ് എന്ന് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, കൊമേഴ്സിന്റെ സാധ്യതകളൊക്കെ വരുന്നുണ്ട്. അപ്പം ബെറ്റർ സാർ പറഞ്ഞതുപോലെ കൊമേഴ്സിൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൊമേഴ്സിലൂടെ ഫൗണ്ടേഷനിലൂടെ കടന്നു പോവുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കൊമേഴ്സ് പഠിച്ചാൽ ബാങ്കിൽ ജോലിക്ക് കയറാമെന്ന് പറയുന്നൊരു മിത്ത് എന്നൊക്കെ പറയേണ്ടി അങ്ങനെ നിലവിലുണ്ടായിരുന്നു. അതിൽ ഏറെക്കുറെ ശരിയായിരുന്നു. ഈ കോപ്പറേറ്റീവ്സ് ബാങ്കുകളിലേക്ക് കാര്യം BCom വിത്ത് കോർപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരാൾ അങ്ങനെ ഒരു ക്രൈറ്റീരിയ അവിടെ ഉള്ളത് കൊണ്ട്, അങ്ങനെ ക്രൈറ്റീരിയ ഉള്ളത് കൊണ്ട് BCom വിത്ത് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് JDCക്ക് തുല്യമാണ്, അതുകൊണ്ട് ബാങ്കിൽ കയറാം. പക്ഷെ അത് വലിയ പോസ്റ്റുകളിലേക്ക് ഇല്ലേ, ജൂനിയർ ക്ലർക്ക് പോലുള്ള പോസ്റ്റുകളിലേക്കാണ് വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, വലിയ പോസ്റ്റുകളിലേക്ക് ഇല്ല എന്നുള്ളത്. വലിയ പോസ്റ്റുകളിലേക്ക് പോകണമെങ്കിൽ HDC കഴിയണം എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ എന്താണ്, ബാങ്കിങ് സെക്ടറിലുള്ള എക്സാമുകളിൽ എഴുതിയിട്ട് ഏറ്റവും കൂടുതൽ കയറുന്നത് സയൻസ്, എസ്പെഷ്യലി ബിടെക്. അവിടെ കൊമേഴ്സുകാരുടെ എണ്ണം പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ തുച്ഛവും തുലവും കുറവാണ്. ഏറ്റവും കൂടുതൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ബിടെക്കിലേക്ക് എത്തി ആ ഒരു സ്കില്ലുള്ള ആളുകളാണ് അവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഫാക്ട്. അനലിറ്റിക്കൽ സ്കില്ല് വളരെ ക്വിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ലെവലിലുള്ള ആളുകളാണ്. അതിൻ്റെ ഒരു എൻട്രൻസ് ആ രീതിയിലായതുകൊണ്ട് അതിലേക്ക് എത്തപ്പെടുന്നു. ബിടെക്കുകാരൊക്കെ പലപ്പോഴും കുറെ സപ്ലൈ ഒക്കെ ആയി കഴിഞ്ഞാലും അയാൾക്കൊരു സ്കോപ്പ് ഉണ്ട് ഇവിടെ. ബാങ്കിങ് എക്സാം എഴുതി കയറാമെന്ന് പറയുന്ന സ്കോപ്പ് അവിടെ കിടക്കുന്നുണ്ട്.